നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. ഫണ്ടമെന്റൽസ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന പേപ്പറിലെ 5ാമത്തെ ബ്ലോക്കിലെ 3ാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓർഗൻസ് ഓഫ് ഗവൺമെന്റിന്റെ ഓർഗൻസ് അല്ലെങ്കിൽ ഘടകങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നത്. ഇപ്പൊ ഒരു ജനാധിപത്യ രാഷ്ട്രത്തില് ഭരണകൃത്യങ്ങൾ നിർവഹിക്കുന്നതിനായിട്ട് പ്രധാനമായിട്ടും 3 അവയവങ്ങളായിട്ട് നമുക്ക് ഗവൺമെന്റിന്റെ 3 അവയവങ്ങൾ ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി അല്ലെ. ഇത് നമ്മൾ +2 ക്ലാസ്സുകൾ മുതലൊക്കെ പഠിച്ചു തുടങ്ങിയ അല്ലെങ്കിൽ അതിന് മുൻപുള്ള ക്ലാസ്സുകളിൽ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനെ ഒന്നുകൂടി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ലെജിസ്ലേച്ചർ ആണ് ഒന്നാമത്തേത്, നിയമനിർമ്മാണ സഭ. ഒരു രാഷ്ട്രത്തിന് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള വിഭാഗമാണ് ഈ നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പേര് പോലെ തന്നെ നിയമങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സർക്കാരിന്റെ പോളിസീസ്, നയങ്ങൾ രൂപീകരിക്കുക എന്നുള്ളതും ഈ ലെജിസ്ലേച്ചറിന്റെ ഉത്തരവാദിത്വമാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ലെജിസ്ലേച്ചർ ജനങ്ങളാൽ തെരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധികളാൽ രൂപം കൊണ്ട ഒരു സഭയാണ് ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. ബജറ്റ് പാസ്സാക്കുക, നികുതി നിശ്ചയിക്കുക, അതുപോലെ ഭരണത്തിന് മേൽനോട്ടം വഹിക്കുക തുടങ്ങിയ ഉത്തരവാദിത്തങ്ങളെല്ലാം ലെജിസ്ലേച്ചർ ആണ് നിറവേറ്റുന്നത്. ഉദാഹരണത്തിന് ഇപ്പൊ നമുക്ക് ഇന്ത്യയിലെ പാർലമെന്റ് തന്നെ എടുക്കാം. ലോക്സഭയും രാജ്യസഭയും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ എന്താണ് ഈ ലെജിസ്ലേച്ചറിന്റെ ഡ്യൂട്ടി? നിയമനിർമ്മാണം നടത്തുക എന്നുള്ളതാണ്. കേരളത്തിൽ നിയമസഭയുള്ളതുപോലെ. ഇനി നമുക്ക് അടുത്തത് കാര്യനിർവഹണ വിഭാഗമാണ്, അതായത് എക്സിക്യൂട്ടീവ് ആണ്. എക്സിക്യൂട്ടീവ് ഇതിന്റെ പ്രധാന ഉദ്ദേശം ലെജിസ്ലേച്ചർ ഉണ്ടാക്കിയ നിയമങ്ങളുണ്ടല്ലോ അത് എക്സിക്യൂട്ട് ചെയ്യുക, നടപ്പിൽ വരുത്തുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. ഇപ്പൊ രാജ്യത്തിന്റെ ഭരണകാര്യങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പൊ നമുക്ക് ഇതിന്റെ രൂപങ്ങൾ, ഈ എക്സിക്യൂട്ടീവിന്റെ 2 രൂപങ്ങൾ കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തേത് സെറിമോണിയൽ ഹെഡ് ആണ്. അതായത് ഇന്ത്യയിലെ രാഷ്ട്രപതി ഉള്ളതുപോലെ ഒരു നോമിനൽ ഹെഡ്, അതായത് രാഷ്ട്രത്തിന്റെ തലവൻ ആരാണ്? അത് രാഷ്ട്രപതി ആയിരിക്കും. എന്നാൽ ഒരു റിയൽ എക്സിക്യൂട്ടീവ് ഉണ്ടായിരിക്കും. റിയൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ മറ്റു മന്ത്രിമാരും ഒക്കെ അടങ്ങുന്ന, ക്യാബിനറ്റ് മന്ത്രിമാരും സഹമന്ത്രിമാരും ഒക്കെ അടങ്ങുന്ന മന്ത്രിസഭയാണ് റിയൽ ഹെഡ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു സെറിമോണിയൽ ഹെഡ് എന്ന് പറയുന്നത് രാഷ്ട്രപതിയും റിയൽ ഹെഡ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയും മന്ത്രിസഭയും ഒക്കെ ആയിരിക്കും. ഇനി നമുക്ക് ബ്യൂറോക്രാറ്റിക് എക്സിക്യൂട്ടീവും അതുപോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്, 2 തരത്തിലാണ് എക്സിക്യൂട്ടീവ് ഉള്ളത്. അതിൽ ഒന്നാമത്തേത് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെ പറയാം. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ നമ്മൾ തെരഞ്ഞെടുക്കുന്ന ഇലക്ഷനിലൂടെ വരുന്ന രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ അടിസ്ഥാനത്തിലുള്ള എക്സിക്യൂട്ടീവിനെയാണ്, മന്ത്രിമാരെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. എന്നാൽ സ്ഥിരമായിട്ട് ഉള്ള ഉദ്യോഗസ്ഥരുണ്ട് അല്ലെ, PSC വഴി UPSC വഴിയൊക്കെ നിയമിതരാകുന്ന ഉദ്യോഗസ്ഥരുണ്ട്. ഈ ഉദ്യോഗസ്ഥരാണ് ബ്യൂറോക്രാറ്റ്സ്, അതായത് പെർമനന്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. മന്ത്രിസഭകള് 5 വർഷം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ പ്രത്യേക സാഹചര്യത്തിൽ പുതിയ മന്ത്രിസഭ രൂപം കൊള്ളുന്ന ഘട്ടങ്ങളിലൊക്കെ മന്ത്രിസഭ മാറി വരുന്നു, അതായത് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് മാറി വരുന്നു. അതിന് ടെന്യൂർ ഉണ്ട്, അതനുസരിച്ച് അത് മാറി വരും. എന്നാൽ പെർമനന്റ് എക്സിക്യൂട്ടീവ് അങ്ങനെയല്ല, അത് മാറി വരുന്നില്ല, സ്ഥിരമായിരിക്കും. ഒരു ഉദ്യോഗസ്ഥൻ സർവീസിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സർവീസിൽ നിന്ന് വിരമിക്കുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം ഉണ്ടാകും. മറിച്ച് മന്ത്രിസഭ മാറുന്നതിനനുസരിച്ച് പോലീസ് സേനയൊന്നും മാറുന്നില്ലല്ലോ. അപ്പൊ അതാണ് സ്ഥിരം എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഓർഗനാണ് ജുഡീഷ്യറി അഥവാ നീതിന്യായ വ്യവസ്ഥ. ഇവിടെ നമ്മള് ലെജിസ്ലേച്ചർ നിയമം ഉണ്ടാക്കുന്നുവെന്നും അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. ഇനി ഈ ജുഡീഷ്യറിയുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാല് ലെജിസ്ലേച്ചർ ഉണ്ടാക്കുന്ന നിയമങ്ങൾക്ക് വ്യാഖ്യാനം നൽകുക, അതായത് അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യുക എന്നുള്ളതും, അതുപോലെ എക്സിക്യൂട്ടീവ് ഇത് നടപ്പിൽ വരുത്തുന്നതിലുള്ള വീഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിന്റെ പ്രവർത്തനങ്ങളെയൊക്കെ ജഡ്ജ് ചെയ്യുക എന്നുള്ളതാണ് ഈ ജുഡീഷ്യറിയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. നിയമങ്ങൾക്ക് വ്യാഖ്യാനം നൽകുക, നീതി വിതരണം ചെയ്യുക അല്ലെങ്കിൽ നീതി ലഭ്യമാക്കുക എന്നുള്ളതാണ്. ഭരണഘടനയുടെ സംരക്ഷകൻ എന്നാണ് ഈ ജുഡീഷ്യറി അറിയപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ പ്രധാന സവിശേഷതകൾ റൂൾ ഓഫ് ലോ തന്നെയാണ്. നിയമമാണ് മുഖ്യം, നിയമത്തിന് മുകളിൽ ആരുമില്ല, നിയമത്തിന് ആരും അതീതരുമല്ല. ഭരണഘടനാ ലംഘനങ്ങൾക്കെതിരെ കൃത്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ജുഡീഷ്യറിയുടെ ലക്ഷ്യം. ഇപ്പൊ ജുഡീഷ്യറിക്ക് ഇന്ത്യയിൽ ഒരു അപ്പെക്സ് പൊസിഷൻ ഉണ്ട് അല്ലെ. സുപ്രീം കോടതിക്ക് ഒരു പ്രത്യേക പൊസിഷനാണ് നൽകിയിരിക്കുന്നത്. സുപ്രീം കോടതിയിലെ
സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ നിയമനവും അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യുന്നതൊക്കെയായി ബന്ധപ്പെട്ട വളരെ സൂക്ഷ്മമായിട്ടുള്ള പ്രൊവിഷൻസ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്കത് വ്യക്തമാകും. സുപ്രീം കോടതിക്ക് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള ഒരു പൊസിഷനാണ് ഇന്ത്യയിൽ നൽകിയിരിക്കുന്നത്. അപ്പൊ ഇന്ത്യയില് പല കോടതികൾ, പല തട്ടിലുള്ള കോടതിക്ക് ഒരു ഹയറാർക്കി ഉണ്ട് അല്ലെ. ഹയറാർക്കിയുടെ ഏറ്റവും മുകളിൽ സുപ്രീം കോടതി ആയിരിക്കും. അതിന്റെ തൊട്ടു താഴെ സംസ്ഥാനങ്ങളുടെ ഹൈക്കോടതികൾ ഉണ്ടാകും, ജില്ലാ കോടതികൾ ഉണ്ടാകും, മുനിസിപ്പൽ കോടതി, മജിസ്ട്രേറ്റ് കോടതി, ഇങ്ങനെ ആ ഒരു കൃത്യമായിട്ടൊരു ഓർഡർ, ഒരു ഹയറാർക്കി ഈ കോടതികൾക്ക് ഉണ്ട്. ഇനി തിയറി ഓഫ് സെപ്പറേഷൻ ഓഫ് പവർ, ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ കോടതികൾ പ്രവർത്തിക്കുന്നത്. തിയറി ഓഫ് സെപ്പറേഷൻ ഓഫ് പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? മൂന്ന് ഘടകങ്ങൾക്ക് ഇടയിൽ, കോടതികൾക്കല്ല, ഈ മൂന്ന് ഘടകങ്ങളായിട്ടുള്ള ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി, ഈ മൂന്ന് ഘടകങ്ങൾക്കിടയിലായിട്ട് അധികാരം വിതരണം ചെയ്യുന്ന ഈ ഒരു സിസ്റ്റത്തെയാണ് തിയറി ഓഫ് സെപ്പറേഷൻ ഓഫ് പവർ എന്ന് പറയുന്നത്. അപ്പൊ മോണ്ടസ്ക്യൂ ആണ് ഈ ഒരു ആശയം അവതരിപ്പിച്ചിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഇവിടുന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ തിയറി ഓഫ് സെപ്പറേഷൻ ഓഫ് പവറിന്റെ ഉപജ്ഞാതാവ് മോണ്ടസ്ക്യൂ ആണ്. അതുപോലെ തന്നെ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറിയുടെ ഫൗണ്ടർ എന്ന് ചോദിച്ചാലും ഉത്തരം എന്ത് തന്നെയാണ്? മോണ്ടസ്ക്യൂ തന്നെയാണ്. മോണ്ടസ്ക്യൂവിന്റെ സ്പിരിറ്റ് ഓഫ് ലോ എന്ന ബുക്കിലാണ് ഈ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ നിയമം നിർമ്മിക്കുക, നടപ്പിലാക്കുക, നീതി വിതരണം ചെയ്യുക, ഇതൊക്കെയാണ് ഈ തിയറി ഓഫ് സെപ്പറേഷൻ ഓഫ് പവറിൽ വിശദീകരിക്കുന്നത്. അപ്പൊ ഇന്ത്യയില് ഒരു തീവ്രമായിട്ടുള്ള ഒരു അധികാര കേന്ദ്രീകരണമില്ല. അത് വിവിധ ഏജൻസികൾക്കിടയിലായിട്ട് തുല്യമായിട്ട് വിഹിതം വെച്ച് അല്ലെങ്കിൽ വിതരണം ചെയ്യപ്പെട്ട നിലയിലാണ് ഉള്ളത്. പാർലമെന്റ്, മന്ത്രിസഭ, അതുപോലെ ന്യായ വ്യവസ്ഥ, ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുകയും പരസ്പരം ചെക്കിംഗ് ഫോഴ്സ് ആയിട്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ജുഡീഷ്യറിക്ക് ഒരു സ്വതന്ത്ര സ്ഥാനം ഇതിൽ ഉണ്ട് എന്നുള്ളതും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തത് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി, ഈ ഗവൺമെന്റിന്റെ മൂന്ന് ഘടകങ്ങളെ കുറിച്ചും അതിന്റെ നടത്തിപ്പിനെ കുറിച്ചുമാണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.